أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها وكان الله بكل شيء عليما لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون.
അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ വജഹദ ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൂ ഫീ ഹാലി മൗതിക അല്ലാഹിക മസ്റൂറാ. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ സഹപ്രവർത്തകനും പ്രബോധകനുമായിട്ടുള്ള ഷാഫി സബാഹി, തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ ശാന്തമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ മടക്കയാത്രക്കായി ഒരുങ്ങുക എന്ന വിഷയം കേൾക്കുന്നതിന് വേണ്ടി കൃത്യസമയത്ത് തന്നെ എല്ലാ കസേരകളെയും പൂരിപ്പിച്ച സഹോദരീ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ അകലെ നിന്ന് നോക്കിക്കാണുന്ന ചിലരെങ്കിലും തൊട്ടടുത്ത് ജീവിച്ചിട്ടും അറിയാതെ പോയ സഹൃദയരായ സഹോദരന്മാരെ, വളരെ അഗാധമായി നമ്മെ സ്വാധീനിക്കേണ്ട സംഘടിപ്പിക്കുന്ന സംഘാടകർ മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തിലെ ജീർണതകൾ, സംസ്കാരത്തിലെ ജീർണതകൾ, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുള്ളത്. ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ വിഷയത്തിന് ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള സമൂഹത്തോടുള്ള ഒരു സംസാരമാണ്. മടക്കയാത്ര എന്നത് സകല മനുഷ്യർക്കുമുള്ള ഒന്നാണ്. ഉറപ്പായിട്ടും ഈ ദുനിയാവെന്ന് യാത്ര പോകും, മരിക്കൂല എന്ന് വിചാരിച്ച ആളുകൾ വരെ മരിച്ച ഒരു സന്ദർഭത്തിലാണ് ഞാനെന്ന്. അതുകൊണ്ട് തന്നെ ഒരു കവയിത്രിയുടെ വളരെ മനോഹരമായ കവിതയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്തു ശങ്ക എന്നാണ് അവർ. സമർത്ഥനായ സീസർ, പ്രസിദ്ധനായ ഹോമർ, സോളമൻ, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ലോകത്തിന്റെ അതിർവരമ്പുകൾ വെട്ടിപ്പിടിക്കാനുള്ള യാത്രക്കിടയിൽ ഇവരെല്ലാം മരിച്ചുപോയി. ഹാമാനും കാറൂനും നമ്രൂദുമാരും ഫിറൗനുമാരും അബൂജഹലുമാരും കാലമാകുന്ന ഈ ചക്രത്തിന്റെ കറക്കത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞവർ. അംവാത്തുൽ ഗൈറു അഹിയാഇ, ഇവരൊക്കെ മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്നവരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 16-ാം അധ്യായം 21-22 പറയും. അപ്പോ എല്ലാവരും യാത്ര തിരിക്കും. എല്ലാവരും ഈ ലോകത്തുനിന്ന് കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു, നാം കരയിപ്പിച്ചുകൊണ്ടേ ഈ ലോകത്തുനിന്ന് വിട പറയുകയും ചെയ്യും. അനന്തമായ ഒരു യാത്ര, ഒരിക്കലും തിരിച്ചു വരാത്ത, റിട്ടേണില്ലാത്ത യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കത്തിലേക്കുള്ള അനുസ്യൂതമായ ഒരു യാത്ര. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശിഅരിയ ബഅദ മൗതി മദ്ദാർ. എല്ലാവരും മരണമാകുന്ന വാതിൽ കടന്നു പോകാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമുഖത്ത്? സായിബാബ മരിക്കരുത് എന്ന് ഭക്തന്മാരൊക്കെ ആഗ്രഹിച്ചു. സായിബാബയാണ് തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് കൗമ വിശ്വസിച്ചു. സായിബാബയുടെ ശരീരത്തിലുള്ള അദ്ദേഹത്തിന്റെ കിഡ്നിയുടെ അവസ്ഥ പോലും അറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സായിബാബയുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ പലതും കേടുവന്നത് അദ്ദേഹം അറിഞ്ഞില്ല. ഈ ആന്തരിക അവയവങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ക്യാൻസറൊക്കെ ബാധിച്ച് 4 സ്റ്റേജും കഴിഞ്ഞാലും ഒരു വേദനയും ഒരു ക്ഷീണവും ഒരടയാളവും ഉണ്ടാവില്ല. അത് അവസാനം ഏതുപോലെയെന്നറിയാം. ഇപ്പൊ ചില വീടുകളുടെ ഫ്രണ്ടിലെ തൂണ് നുരുമ്പി 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 ചെതലിനി എവിടെയും നിന്നല്ല, എന്നാലും ആ കെട്ടിടം മുഴുവൻ അതിൽ താങ്ങിങ്ങനെ നിൽക്കും. പെട്ടെന്ന് നടക്കും. അതെന്നെ മനുഷ്യൻ. ആന്തരിക അവയവങ്ങളൊന്നും പോയത് സായിബാബ പോലും അറിഞ്ഞില്ല. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി അടിച്ചിട്ട് കൊല്ലായി, അറിഞ്ഞിട്ടില്ല. സ്വന്തം ശരീരത്തിലെ അവയവം കേടുവന്നത് അറിയാതെ
സാധിക്കാതെ പോയ ഒരാള് മനുഷ്യരെ മുഴുവനും രക്ഷിക്കുന്നു വിശ്വസിച്ചവരെയാണ് തല്ലണ്ട്. അതെന്തുകൊണ്ട് തല്ലണമെന്ന് പണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ പോലെ പിന്നെ മുക്കാലിമ കെട്ടി തല്ലണം എന്നാ പറഞ്ഞത്. അത് എ പി സുന്നികളെ പറ്റി പറഞ്ഞ മുക്കാലി ഞങ്ങളെ വക അടി നിങ്ങളെ വക. അതുപോലെ ഈ നാട്ടിലെ ജനങ്ങളോട് നമുക്കിപ്പോ കുറെ കാര്യങ്ങൾ പറയണം. മരിച്ചുപോകും, സായിബാബ മരിച്ചു, വലിയ തെളിവാണ്. 86 96 ഞാൻ മരിക്കൂ എന്ന് പറഞ്ഞു. അന്നൊന്നല്ല മരിച്ചു, അതിന്റെ ഒക്കെ എത്രയോ മുമ്പ് തന്നെ മരിച്ചു അല്ലേ? മരിച്ചത് മെഞ്ഞാന്നല്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. 10 ദിവസം മുമ്പ് മരിച്ചിട്ടുണ്ട് സായിബാബ, അറിയിക്കാതെ മൂടി വെച്ചത്. 1 മാസമായിട്ട് അദ്ദേഹത്തിന്റെ ഹാർട്ട് ഒഴികെ പറ്റ എല്ലാ അവയവവും നിന്നുപോയി. ഹൃദയത്തിൽ ഒരു ചെറിയ മിടിപ്പല്ലാതെ ആന്തരിക അവയവത്തിൽ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ബാക്കിയെല്ലാം ഡെഡായി. ലോകം പുറത്തു വിടുവോ? വിട്ടില്ല. പക്ഷെ എന്താണെന്നറിയോ, ഇങ്ങനത്തെ ഒരാൾ മരിച്ചിട്ട് മരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇയാളെ കാണിച്ചു കൊടുക്കണ്ടേ ഭക്തജനങ്ങൾക്ക്? എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇത് പ്രഖ്യാപിക്കില്ല, കാരണം ഇത് വെച്ചിട്ട് ബിസിനസ്സാണ്. ലോകത്തെല്ലാം അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം. നമ്മളെല്ലാവരും മരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയി, കയ്പമംഗലം കൂരിക്കുഴി തങ്ങളുടെ സലാത്ത് വാർഷികത്തിന്റെ നഗരിനോട് ചേർന്ന മുജാഹിദുകൾ ഒരുക്കിയ ഒരു പ്രോഗ്രാം. ഒരു മുജാഹിദ് പ്രവർത്തകന്റെ ഭാര്യ മരിച്ചിട്ട് 10 ദിവസമായി. എങ്ങനെയാ മരിക്കുന്നത്? ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പക്കാരൻ, നല്ല ദീനുള്ള ഒരു മനുഷ്യൻ, നല്ല ദീനുള്ള ഒരു പെൺകുട്ടി, ഒരു 2 വീലറിൽ പോവുകയാണ്, ഭാര്യയും ഭർത്താവും. യാത്ര പോകുമ്പോ റോഡ് സൈഡിൽ അങ്ങനെ ഇറക്കിയിട്ടില്ലേ, റോഡിനോട് ചേർന്ന് ഒരു കാറ് നിർത്തിയിട്ടിരിക്കും. അപ്പൊ റോഡ് ആ സൈഡിലൂടെ 2 വീലർ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് കാറിലിരുന്ന പെൺകുട്ടിയെ ഡോറ് തുറന്നു. ഡോർ തുറക്കുമ്പോ സ്വാഭാവികമായിട്ട് 2 വീലറിന് തട്ടും. 2 വീലറിന്റെ ബാക്കിൽ തട്ടി ഈ പെണ്ണ് താഴെ വീണതും, 2 കുട്ടികളുള്ള ഒരു പെൺകുട്ടി, 35 വയസ്സുള്ള, ബസ് വന്നതും തലയിൽ കയറിയതും ഒന്നിച്ച് ചതഞ്ഞരഞ്ഞതും ഭർത്താവിന്റെ കണ്ണുകളിൽ കാണുന്ന കാഴ്ച അല്ലേ? എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണിത് അല്ലേ? ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അബദ്ധസഞ്ചാരം നടത്തുന്ന യൗവനം, പാഴായിപ്പോയ ജീവിതത്തിനിടയിൽ വന്നു ചേരുന്ന ഒരു ആക്സിഡന്റ്, ഒരു ടിപ്പർ ലോറി വില്ലനായി, ഒരു 2 വീലർ വില്ലനായി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് ഞാനും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കളി കണ്ടാ തോന്നുക 1000 കൊല്ലൊക്കെ ഈ ദുനിയാവിൽ അങ്ങ് ജീവിച്ച് അങ്ങ് അവസാനിക്കും, അല്ലെങ്കിൽ 1000 കൊല്ലൊക്കെ അങ്ങ് ജീവിച്ചു പോകും എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടോന്ന് ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. സഹോദരങ്ങളെ, ആത്മാവിലേക്കുള്ളൊരു യാത്രയാണിത്, സ്വന്തത്തിലേക്കുള്ളൊരു യാത്രയാണ്. എനിക്കിവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരോടും ഓരോ സഹോദരീ സഹോദരന്മാരോടും നമ്മളിന്ന് ലോകത്തുനിന്ന് സകല ബന്ധങ്ങളും വിച്ഛേദിച്ച് ഈ പ്രസംഗത്തിൽ ലയിച്ചിരിക്കാൻ പോവുകയാണ്. വേറൊന്നും നമ്മളിന്ന് ചിന്തിക്കുന്നില്ല, വേറൊന്നും നമ്മളിന്ന് ശ്രദ്ധിക്കുന്നില്ല. ഈ പ്രസംഗത്തിലാണ് നമ്മളുള്ളത്. മക്കളെ നമ്മൾ മറക്കുന്നു, എല്ലാറ്റിനെയും നമ്മളിപ്പോ മറക്കുകയാണ്. വീടും നാടും നഗരവും ഇരിക്കുന്ന പ്രദേശം പോലും മറന്ന് ഈ പ്രസംഗത്തിന്റെ ആന്തരികമായ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കുകയാണ് നാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. മരിച്ചു പോകും. ശ്രുമേ പരം വജാന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേൾക്കണം, എങ്കിലേ ലൈഫിൽ അത് സ്വാധീനിക്കും. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് 2 താടിക്ക് ഇങ്ങനെ 2 കൈ കൊണ്ട് താടിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് നബിയുടെ മുഖത്ത് നിന്ന് കണ്ണ് ഇമവെട്ടാതെ ആ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. വിജ്ഞാനമൊക്കെ കഴിഞ്ഞ് സഹാബികളൊക്കെ പോവും, പക്ഷേ അബൂ തൽഹത്തുൽ അൻസാരി പോവില്ല. നബി ചോദിക്കുമ്പോണ്ടേ, ഇല്ല നബി, എനിക്കെല്ലാം അങ്ങാണ്, എന്റെ മാതാപിതാക്കളെ പ്രായശ്ചിത്തം നൽകി, ദണ്ഡം നൽകി ഞാൻ അങ്ങേ രക്ഷിച്ചുകൊള്ളാം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള അബൂ തൽഹത്തുൽ അൻസാരി, എനിക്ക് അങ്ങയെ പിരിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ, ഒരു അപരിചിതരെ പോലെ, the traveler learns that about the road wind up hill all the way from beginning to end. ഒരു യാത്രയുടെ അവസാനം ഒരു പാതയെ എല്ലാവരുടെ ജീവിതത്തിലും കുൻ, നീ ആവണം, നീ ആരാവണം? കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. ഈ ഹദീസാണ് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ വിഷയത്തിന്റെ കേന്ദ്ര ബിന്ദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ ദുനിയാവിലാകണം അബ്ദുല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ മകന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, അബ്ദുല്ലാഹ്
കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ഇവിടെ എന്നൊന്നും കഴിയുന്നു വിചാരിക്കരുത്. ആരും ഒരു വീടുണ്ടാകുമ്പോൾ പോലും എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ട എന്താണ്? ഇടത്താവളമാണ്. ഇടത്താവളത്തിലെ സൗകര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു നല്ല വീട് ഒരാൾക്ക് അനുഗ്രഹമാണ്, കുഴപ്പമില്ല. ദുനിയാവിലെ കയറുകളിൽ വെച്ചൊന്ന് ഏറ്റവും നല്ലൊരു ഭാര്യ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വിട്ട് യാത്ര പോകും. ഇതെല്ലാം വിട്ട് കഴിഞ്ഞ ദിവസം മുജാഹിദ് സെന്ററിൽ ഒരു സൂപ്രണ്ട് ഉണ്ടായി. അടുത്ത ദിവസം മരിച്ചുപോയി. നമ്മുടെ പ്രവർത്തകരുടെ പിതാവാണ്, നല്ല മുജാഹിദാണ്. അദ്ദേഹം മരിച്ചപ്പോ മക്കള് ഒന്നിനും ബേജാറാകേണ്ടി വന്നില്ല. ബാപ്പ കഫംപുട വരെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അല്ലേ, ഈ ലോകം വിട്ട് യാത്ര തിരിക്കും, പള്ളിക്കാട്ടിലേക്കുള്ളൊരു യാത്ര. എല്ലാരും ഉച്ചവരെയും മുടയവരെയും എല്ലാം വിട്ടിട്ടുള്ളൊരു യാത്ര. ബാപ്പാന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ തലതാഴ്ത്തി ചിരിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് തലേ ദിവസം വരെ സംഗീതത്തിൽ മുഴുകിയവർ ബാപ്പാന്റെ മരണമോർത്ത് പള്ളിക്കാട്ടിലേക്ക് നടക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു വാർത്ത കേൾക്കും. എനിക്കറിയാം, ഞാനൊരു പ്രസംഗത്തിന് ഇറങ്ങും എനിക്കൊരാള് ഫോൺ ചെയ്തു, അല്ല നിങ്ങളുടെ അളിയൻ ഷമീർ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു, 2 വീലറിൽ പോയതാണല്ലോ, അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, മരിച്ചില്ലേ എന്ന്. കാരണം എനിക്ക് തോന്നുമായിരുന്നു പല ദിവസവും അവന്റെ മരണം എപ്പോഴും മനസ്സിലിങ്ങനെ. അങ്ങനെ വണ്ടി ഓടിച്ചു പോവുക, പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു യുവത്വം ഇന്ന് ലോകത്ത്. അത് കേട്ട ഉടനെ ഞാൻ ചോദിക്കുന്നു, മരിച്ചില്ലേ? അവർ ചോദിച്ചു, ആര് പറഞ്ഞു നിങ്ങളോട്? എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് മനസ്സ് മുഴുവനെ അതായിരുന്നു. സംഭവം അങ്ങനെ തലച്ചോറ് പോലും നിലത്തരഞ്ഞ് ചാമ്പി അത് കയ്യിൽ ഏറ്റുവാങ്ങുമ്പോ ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന ഒരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. അബ്ദുള്ള, ഈ ദുനിയാവിലൊരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ഏത് നിമിഷവും നമ്മൾക്ക് കേൾക്കാം. ഒരു ഫോണ് അസമയത്ത് വന്നാൽ വീട്ടിൽ നിന്ന് വന്നേ വിചാരിക്കും, പഠിച്ചോനെ എന്തെങ്കിലും അപകടം പറ്റിയോ? അതേ മനുഷ്യരെ, എപ്പോഴും നമ്മളോടൊപ്പം ഇതിങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. ഏത് നിലക്കുമുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോ യാത്രയിലും ഞാൻ ഇന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു, മോനെ, ഒരു കാരണവശാലും ഒരാളുടെ ധനവും നമ്മുടെ കയ്യിലുണ്ടാകാൻ പാടില്ല, ഒരാളുടെ സമ്പത്തും നമ്മൾ ഒരിക്കലും മോഹിക്കരുത്, ഒരാളുടെ സ്വത്തും അനധികൃതമായി നമ്മുടെ കയ്യിൽ വരരുത്. ഏത് നിമിഷം മരണം നമ്മളോട് വന്നു ചേർന്നാലും പവിത്രമായി കടന്നു കൊടുക്കാൻ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ സ്റ്റേജിൽ ഞങ്ങൾ 3 പേരുണ്ട്, സദസ്സിൽ നിങ്ങൾ ഒരുപാട് പേരുണ്ട്. നമ്മൾ മരിക്കുമ്പോ പള്ളിക്കാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഈ ഒരു വർത്തമാനം നമുക്ക് കിട്ടുമോ? പേടിക്കണ്ടട്ടോ, ദുഃഖിക്കണ്ടട്ടോ, കഷ്ടപ്പെടണ്ട, ബേജാറാകണ്ട, പരലോകം നിനക്കുള്ളതാ എന്ന് പറയുന്നൊരവസ്ഥാവിശേഷം എനിക്ക് നിങ്ങൾക്കുണ്ടാവോ? അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മടക്കയാത്ര ഞാൻ പലപ്പോഴും എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ലോകത്ത് എന്തും ക്ഷമിക്കാനും സഹിക്കാനും ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നും എന്റെ മനസ്സ് ഉൾക്കൊള്ളാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, അതെന്റെ ബാപ്പാന്റെ മരണം മാത്രമാണ്. പഠിച്ചവനാണ്. എന്റെ ഉമ്മ മരിച്ചത് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട്, എന്റെ ബാപ്പ മരിച്ചത് സങ്കല്പിക്കാൻ എനിക്കിന്നും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഞാനൊരു മാനസികാവസ്ഥയിൽ നിന്ന് മാറിപ്പോകുമോ എന്റെ പിതാവിന്റെ മരണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിത് ഈ സദസ്സ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനാകാത്തൊരവസ്ഥ എന്റെ പിതാവിന്റെ മരണത്തിലല്ലാതെ. എനിക്ക് പേര് വെച്ച ഉമ്മാന്റെ പൊക്കൽക്കൊടി വിച്ഛേദിച്ച അന്നിമിഷം ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടപ്പോ എന്റെ മോന്റെ പേര് മുജാഹിദ് എന്ന് വിളിച്ച എന്റെ വാപ്പാന്റെ വിയോഗം ഞാൻ ഇന്നും പ്രിപ്പയർഡ്, ഇന്നും ഓർക്കാൻ കഴിയും. ഇപ്പൊ വിളിച്ചു വെച്ചിട്ട് നിങ്ങൾ കാണുന്ന ഈ ഉള്ളവൻ എന്റെ പിതാവിന്റെ പ്രാർത്ഥനയാണ്. അനദാവത്തു അബി ഇബ്രാഹിം എന്ന് മുഹമ്മദ് നബി പറഞ്ഞതുപോലെ ആ ഒരൊറ്റ പ്രാർത്ഥനയുടെ പിൻബലമാണ് ഇന്നും എന്ന് വിശ്വസിക്കുന്നതാണ്. മടക്കയാത്രയിൽ പലപ്പോഴും ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചത്, നീ എന്നെ വേഗം മരിപ്പിക്കണം, എന്റെ വാപ്പ മരിക്കുന്നതിനും. സത്യം, ഇഷ്ടത്തിന്റെ തോതും ഇഷ്ടത്തിന്റെ അളവും എനിക്ക് നിശ്ചയിക്കാനാവാത്ത ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ റസൂല് കഴിഞ്ഞാൽ പിന്നെ സത്യം. ആ യാത്ര മാത്രമാണ് ചിന്തിക്കാൻ കഴിയാത്ത ഒന്ന് എന്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ളത്. സത്യം.
പ്രിയപ്പെട്ടവരെ, ബാപ്പ യാത്ര തിരിക്കും, അതൊരു യാഥാർത്ഥ്യം. ഉമ്മ യാത്ര തിരിക്കും, അതൊരു യാഥാർത്ഥ്യം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. അങ്ങനെ ഒരു യാത്ര. ബാപ്പാക്ക് മകനുമായി ബന്ധമില്ലാത്ത, ആരും ആരെയും പരിഗണിക്കാത്ത ഒരു യാത്രയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഇത് കേസറ്റ് റെക്കോർഡായി നാളെ മനുഷ്യരെ നിങ്ങളുടെ കൈകളിലെത്തുമ്പോൾ, ഫ്ലാറ്റുകളിലും വീടുകളിലും ഇരുന്ന് നിങ്ങളിത് കാണുമ്പോൾ ഓർക്കണേ, ഒരു യാത്രക്കൊരുങ്ങിയിട്ടുണ്ടോ നമ്മൾ എന്ന കാര്യം. മടക്കയാത്ര, ആ വിഷയത്തിന്റെ തലക്കെട്ട് മനസ്സിലിങ്ങനെ ഒന്ന് ആവാഹിച്ചെടുത്ത് നോക്കിയേ. മടക്കയാത്ര എങ്ങോട്ടാ? അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യാത്ര. സഹാബികളുടെ ബേജാറത. അബൂ ഹുറൈറ കരയാ, അബൂദർ അൽ ഗഫാരി കരയാ, ബിലാൽ കരയാ, അബ്ദുല്ലാഹ് ഇബ്നു മക്തും കരയാ. അവരൊക്കെ കരഞ്ഞത് മരണയാത്ര ഓർത്തിട്ടാണ്, അള്ളാഹുവിലേക്കുള്ള യാത്ര ഓർത്തിട്ടാണ്. കരയേണ്ടവരായിരുന്നില്ലേ അവർ? ജീവിതം മുഴുവനും ഇസ്ലാമിന് സമർപ്പിച്ച മഹാന്മാരായിരുന്നു അവര്. പക്ഷെ അവര് കരയുകയായിരുന്നു. അള്ളാഹിനെ കണ്ടുമുട്ടുന്ന നിമിഷത്തെ ഒരു സഹാബിയുടെ മരണവേള അല്ലെങ്കിൽ മരണത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയാണ്. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ, രണ്ട് ഭാഗത്തും ചാലിട്ട് ചെവിക്കുന്നികളിലൂടെ ചെവി നിറഞ്ഞ്, അങ്ങനെയാ ചെറിയ കുഴി പോലെ ചെവി നിറഞ്ഞ് കണ്ണുനീര് കിടന്ന പ്രതലത്തിലേക്ക് ഒലിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തിനാ കരയുന്നത്? എന്താ ബേജാറ്? ആ മനുഷ്യന്റെ വാക്കുതാണ്, ആ സഹാബിയുടെ വാക്കുതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് പ്രതീക്ഷയുണ്ട്, പക്ഷേ ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ച് ഓർത്ത് ആശങ്കയുണ്ട്. എന്റെ റബ്ബിന്റെ കാര്യത്തിൽ എന്ത് വിധിക്കുമെന്നതിനെ കുറിച്ച് എനിക്ക് ഭയപ്പാടുണ്ട് എന്ന് ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനനുസരിച്ച് അണുകിട വ്യതിചലിക്കാത്ത സഹാബികളാണിത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഓപ്പറേറ്റ് ചെയ്യുന്നവർ ഓർക്കണം, എല്ലാവരും ഓർക്കണം. ജാതി മതമൊന്നുമില്ല മരണത്തിന്. മരണം എല്ലാരെയും വന്ന് മുട്ടിവിളിക്കും. ആ മരണം വന്ന് മുട്ടിവിളിക്കുമ്പോ പോകാൻ കഴിയണം. എങ്ങനെ പോകാൻ കഴിയണം? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം അല്ലേ? വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടാൻ കഴിയണം. എല്ലാവർക്കും അങ്ങനെ സാധിച്ചിട്ടില്ല, ഇല്ല. അള്ളാഹിനെ റബ്ബായിട്ട് ശരിക്ക് ജീവിതത്തിൽ ഇങ്ങോട്ട് ഉൾക്കൊള്ളുക. എങ്ങോട്ട് തിരിഞ്ഞാലും. വി ആർ കൃഷ്ണയ്യരുടെ ഒരു ലേഖനമുണ്ട് മെനയാന്ന്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു 3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ. ഇന്നെനിക്ക് പരമപുച്ഛം തോന്നുകയാണ്. മനുഷ്യൻ ജീനിയസാണ്, ഫേമസ് ആണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഗഹനമായി പുസ്തകം എഴുതിയ മനുഷ്യനാണ്. നല്ല നല്ല സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾ വിചാരിച്ചോ, തൗഹീദ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യനെയാണ്. ജില്ലാ കളക്ടറായിട്ടോ ഏറ്റവും വലിയ ജഡ്ജിയായിട്ടൊന്നും കാര്യമില്ല. രാഷ്ട്രപതിയായിട്ട് എന്താ കാര്യം? APJ അബ്ദുൽ കലാം എന്ന മന്ദബുദ്ധിക്കാരനെന്ന് ഞാൻ വിളിച്ച ക്ഷമിക്കണം. ഒരു രാഷ്ട്രപിതാവ്, ഒരു രാഷ്ട്രപതി എനിക്ക് അങ്ങനെ വിളിക്കേണ്ടി വരും. സത്യം, മനുഷ്യന്റെ ബുദ്ധി ആർക്കാണ് ഇവരൊക്കെ പണയപ്പെടുത്തുന്നത്? വി ആർ കൃഷ്ണയ്യർ ചോദിച്ചത്രേ, അങ്ങന്റെ മുമ്പിലുള്ളപ്പോൾ എനിക്ക് പേടിയില്ല, എന്റെ പിന്നിൽ ഒരു അപകടം പതിയിരുന്നാൽ ഞാൻ എന്താ ചെയ്യാം? സായിബാബ പറഞ്ഞത്രേ, നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിന്നിലും നിങ്ങളുടെ വലതുഭാഗത്തും നിങ്ങളുടെ ഇടതുഭാഗത്തും ഞാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും 96-ാമത്തെ വയസ്സിൽ ജീവിക്കുന്നതെന്ന് വി ആർ കൃഷ്ണയ്യർ പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നതെന്ന് വിചാരിച്ച വി ആർ കൃഷ്ണയ്യർക്ക് 96 വയസ്സ്. സംരക്ഷിക്കുന്നു വിചാരിച്ചാൽ 84 വയസ്സ്. ഇതെങ്കിലും ഒന്ന് ചിന്തിക്കാൻ. ആ ലേഖനം കുത്തിക്കുറിക്കുമ്പോ, ലേഖനം ഇതാ നല്ല ബുദ്ധിയാണല്ലോ പ്രായമായിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇന്നലെ നിശ്ചോത്രത്തിന്റെ പ്രവർത്തകരോട് മൂപ്പരൊന്ന് പോയി കാണണം, അർജന്റായി. എപ്പോഴാണല്ലോ വിളിക്കാൻ അറിയില്ല. അതിന്റെ ഇടയ്ക്ക് ഷാത്ത് ഹെൽമെറ്റ് എല്ലാം തയ്യാറുണ്ടോ ചോദിക്കാൻ, വേറൊന്നിനല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ട്. എന്താ ചെയ്യാ? APJ അബ്ദുൽ കലാമിന്റെ ലേഖനം കണ്ടപ്പോ പുച്ഛാ തോന്നി. ഇവരൊക്കെ വലിയ സയൻസും എന്തോ പഠിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. എന്താ ഇവരൊക്കെ ചിന്തിക്കാത്തത്? കോമൺ സെൻസ്. മാർക്കറ്റിൽ മീൻ വെക്കുന്ന ഒരു മത്സ്യക്കാരന്റെ ബുദ്ധി ഈ കൗമിനില്ല എന്ന് ഓർക്കുമ്പോ എന്തൊരു സങ്കടമാണ്.
അതുകൊണ്ട് ഇവരുടെയൊക്കെ വീട്ടിൽ ചെല്ലും. സത്യം, ഇവരുടെയൊക്കെ വീട്ടിലേതൊരു രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും നിയമസഭയിലും ഒക്കെ ചെന്നിട്ട് മടക്കയാത്രക്ക് ഒരുങ്ങുന്നില്ലേ എന്ന് മനുഷ്യകുലത്തോട് ചോദിക്കാൻ ഇനി ആരെ കാത്തു നിൽക്കുകയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജൂതനായ കുട്ടി മരിക്കാൻ കിടക്കുക. റസൂലുള്ള വാർത്ത കേട്ട് ഓടിച്ചെന്നു. നബിയുടെ കുട്ടിയാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ജോലി ചെയ്ത പയ്യനാ, ജൂതന്. ആ ജൂതൻ മരിക്കാൻ കിടക്കുന്നു എന്ന് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് ഓടിക്കൂടി ചെന്നു. ആ മകന്റെ തലഭാഗത്ത് നിന്നു. നബിക്ക് ഉറപ്പാ മരിച്ചാ കാഫിറായിട്ടാ മരിക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ചെറുപ്പക്കാരന്റെ തലഭാഗത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയും, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. ജൂതന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് പറയൂ. ഹൈന്ദവ ക്രൈസ്തവ ജൂത മജൂസി സമൂഹത്തിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ധൈര്യമുണ്ടോ? നമ്മൾ മുജാഹിദുകളല്ലേ? അല്ലേ? അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. 33-ാം അധ്യായം 39-ാമത്തെ വചനം. അള്ളാന്റെ മാർഗത്തിൽ ദേവത്തെടുത്തുന്നവര് അള്ളാനെ മാത്രം പേടിക്കുക, വേറൊരാളെയും പേടിക്കരുത് എന്നല്ല നമ്മളോട് പറയണം. അതുകൊണ്ട് തന്നെ ജൂതക്കുട്ടിയുടെ തലഭാഗത്ത് അള്ളാന്റെ റസൂൽ ചെന്ന് നിന്നു. ശ്രദ്ധിക്കണം, ഇന്ന് വിഷയമായിട്ട് പൂർത്തിയാകുമ്പോ ഇൻഷാ അല്ലാഹ് ലൈഫ് മാറാൻ ആഗ്രഹിക്കുന്നവന് ഇതൊരു മാർഗരേഖയായി തീരും ഇൻഷാ അല്ലാഹ് എന്നാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, ഈ ജൂതക്കുട്ടിയുടെ തലഭാഗത്ത് നിന്നിട്ട് അള്ളാന്റെ റസൂല് ജൂതന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് പറയാണ്, ഏറ്റവും വലിയ ശത്രുക്കളാ ജൂതന്മാരെന്ന്. അന്നും ഇന്നും എന്നും എക്കാലഘട്ടത്തിലും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. അങ്ങനെ ആ ജൂതന്റെ വീട്ടിൽ കയറി ചെന്നിട്ടാ ചോദിക്കണേ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ യാ ബുനയ്യ, എന്റെ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. ഇത് കേട്ടപ്പോ ഈ ജൂതകുട്ടി ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി, ജൂതനായ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അച്ഛൻ പറഞ്ഞു, മോനെ അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തു മോനെ, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തു മോനെ. അത് കേൾക്കേണ്ട താമസം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഷാത്തുകളിൽ നബിയുടെ കണ്ണുകളുടെ കൺപോളകൾ അടഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. അശ്രുബിന്ദുക്കൾ അനർഘമായി പൊഴിഞ്ഞു വീഴുകയാണ്. മുത്തുമണികളെ പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നരകത്തിൽ നീ കുട്ടിയെ രക്ഷിച്ച നിനക്ക് സ്തുതി. നരകത്തിന്റെ വക്കിലേക്കാണ് യാത്ര. ആ യാത്ര ഓർത്തിട്ട് വേദനിച്ചിട്ടുണ്ടോ? ഇത് മുജാഹിദ് മഹല്ലൊക്കെ ഉള്ള ഒരു പ്രദേശമാണല്ലോ. വർഷങ്ങളായി ഒരു പള്ളി ഇവിടെ ഉണ്ട് അല്ലേ? അത് പുനരുദ്ധരിക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ വീടൊക്കെ വലിയ വലിയ വീടുകളാണ് അല്ലേ? നമ്മുടെ പള്ളിയോ ഓർക്കണം. ഞാൻ ആത്മവിചിന്തനം നടത്തിയാണ്. ആത്മാവിലേക്കൊരു യാത്ര പോവുകയാണ്. ഓരോരുത്തരുടെയും ആത്മവിമർശനമില്ലാത്തൊരു ജനപദം ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളിലൂടെ, നമ്മളൊക്കെ പഴയ കാലത്ത് മുജാഹിദായവരെ വിശ്വാസത്തിലുണ്ട്, നിങ്ങളിലൂടെ ഒരു പുതിയ മുജാഹിദ് അതുണ്ടായോ? ഇവിടെ ഉണ്ടായോ? ഓരോ ദിവസവും ഓരോ പുതിയ ആള്, ഒരു ഭാസ്കരേട്ടൻ, ഒരു ജോർജ്, ഒരു സാറാമ്മ, ഒരു ഏലിയമ്മ, ഒരു ബഷീർ മൊയ്തീൻ ഷൈനെ വിളിച്ചു പ്രാർത്ഥിച്ച, മമ്പറന്നങ്ങളെ ആരാധിച്ച ഒരു സുബൈദത്താത്ത മാറിയോ? മാറ്റാൻ കഴിഞ്ഞോ? എന്തേ കഴിയാത്തത്? എവിടെയോ മരണത്തെക്കുറിച്ചുള്ള ഭയപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലേ? അതല്ലേ ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്, ദുനിയാവിനോടുള്ള അടങ്ങാത്ത മോഹം. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, അമ്പര ചുംബികളായ കൊട്ടാരങ്ങളെ നാം ഇഷ്ടപ്പെട്ടു. 6 അടി മണ്ണാകുന്ന പള്ളിക്കാട്ടിലെ മണ്ണിനെ മറന്നുപോയി. അത് മറന്നിട്ടുള്ള കളിയല്ലായിരുന്നു. സത്യം, ദീനുണ്ടെന്ന് പറയുന്നവരുടെ പോലും മനസ്സിലത് മറന്നുകൊണ്ടുള്ള കളിയാണ്. നിസ്കരിക്കുന്നില്ലേ? ഉണ്ട്. അതുപോലെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ലേ? ഉണ്ട്. പക്ഷെ അതോടൊപ്പം ഹറാമിൽ വരുന്നില്ലേ? പലിശക്ക് വരുന്നില്ലേ? സിനിമ കാണുന്നില്ലേ? മയക്കുമരുന്ന് അനുഭവപ്പെടുന്നില്ലേ? സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നില്ലേ? എന്തേ കാരണം? എവിടുന്ന് സമ്പാദിച്ചു എന്ന് റബ്ബ് ചോദിക്കും എന്ന പോയിന്റ് മനസ്സിൽ ക്ലിക്ക് ചെയ്തില്ല. എന്റെ റബ്ബ് 5 കാര്യങ്ങൾ ചോദിക്കാതെ ആദം സന്തതികളുടെ കാല് ചലിക്കില്ല എന്ന് കേട്ടവരാ നമ്മൾ. അലംതറ കൈഫ റബ്ബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കസജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. അല്ലേ? ആ തൗഹീദ് അവന്റെ പ്രത്യേകത എന്താണ്? അവന്റെ വിശ്വാസം ആഴത്തിൽ വേരിറങ്ങി. അവന്റെ
ആ ചില്ലകളും ശാഖകളും ആകാശത്ത് പടർന്നു പന്തലിച്ചു. പിന്നെയോ അള്ളാന്റെ അനുമതി പ്രകാരം എല്ലാ സത്ഫലങ്ങളും നൽകുന്നു. സത്ഫലം മാത്രമാണ് അവനിൽ നിന്ന്. എങ്ങനെ ദുഷ്ടനാവും? അസൂയ. മുജാഹിദുകൾക്ക് അസൂയ ഉണ്ടാകാൻ പാടുണ്ടോ? വിദ്വേഷം ഉണ്ടാകാൻ പാടുണ്ടോ? പക ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ആലോചിച്ചേ. തിന്മകൾ കടന്നു വരാൻ പാടുണ്ടോ? സഹാബികൾക്ക് തൗഹീദ് ഉണ്ടായി. തൗഹീദ് ഉണ്ടായപ്പോൾ ഓരോ തിന്മയും ഉപേക്ഷിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എന്ത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യപിക്കരുത് എന്നായിരുന്നു. അടിവരട്ടെ യുവാക്കളെ, ചെറുപ്പക്കാരെ, മരിക്കൂട്ടോ മോനെ, ബൈക്കിന്റെ ഇടയിൽ കിടന്ന് മരിക്കേണ്ടി വരൂട്ടോ. അല്ല എങ്ങനെയാ വിധിച്ചെന്ന് അറിയില്ല ചെറുപ്പക്കാരാ. പടച്ചോനെ ഓർക്കണം. എവിടെയും കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് വരേണ്ട ഒരാൾ ദൂരെ ജോലി മറ്റൊരു സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ 3-4 ദിവസം അയാൾ ഫോൺ റിങ് ചെയ്ത് എടുക്കുന്നില്ല. ഇങ്ങോട്ട് വിളിക്കുന്നില്ല, എടുക്കുന്നില്ല. എന്താ സംഭവം? ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിൽ TV ഒക്കെ ഓൺ ചെയ്ത് കസേരയിലിരുന്ന് മുന്നിലെ ടേബിളിലേക്ക് കാലിങ്ങനെ ക്രോസുള്ള വെച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പടച്ചവും പിടിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു വിവരമില്ലായിട്ട് കമ്പനിയെ വിളിച്ചിങ്ങനെ നോക്കുമ്പോൾ ഒരു താമസിക്കുന്നിടത്ത് എന്ന് ജനലിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ കാലൊക്കെ വെച്ചിട്ട് ക്രോസുള്ള വെച്ചിട്ട് TV-യിലേക്ക് ഇങ്ങനെ ഉണ്ടക്കണ്ണൊക്കെ ഉരുട്ടി ഇങ്ങനെ ഇരിക്കുന്നു. ആലോചിക്കണം, ശരിക്കും ആലോചിക്കണം. ഭയങ്കര ദുർഗന്ധം ആ റൂമിൽ. മരിച്ചിട്ട് 3 ദിവസമായി ആ ഇരുത്തത്തില്. അല്ല എങ്ങനെയാ പിടിക്കുക? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന്. എന്താ? ആമിന എന്നുള്ള പേരായിട്ടല്ലാതെ മരിക്കരുത് എന്നാ? അബ്ദുള്ള എന്നുള്ള പേരായിട്ട് മരിക്കരുത് എന്നാ? ഗർഭത്തിൽ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മരിക്കുന്ന സമയത്ത് മുസ്ലിമിന്റെ ക്വാളിറ്റിയോടുകൂടി മരിക്കണമെന്ന് പാനൂരിലെ സിനിമാ തിയേറ്റർ എന്നൊരു ഉന്നത കുലജാതനായ മുസ്ലിം കുടുംബത്തിലൊരു ചെറുപ്പക്കാരനെ തലേന്ന് സിനിമക്ക് പോയതാ. പിറ്റേന്നും കാണാതായപ്പോ അന്വേഷിച്ച് ഇങ്ങനെ ചെന്നപ്പോ ഒരു ഹിന്ദു സഹോദരൻ പറഞ്ഞു, എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ സിനിമക്ക്. ബാൽക്കണിയിൽ പോയി നോക്കുമ്പോണ്ട് സ്ക്രീനിന്റെ നേരെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ആ ദിവസങ്ങൾ കഴിഞ്ഞു വരുന്നുണ്ട്. മയ്യത്തെങ്ങനെ കബറടക്കിയെന്നറിയോ? കസേരയിൽ ഇരുന്ന അതേ രൂപത്തിൽ, കയ്യും കാലും നൂറുന്നില്ല, വെട്ടിമുറിക്കേണ്ട അവസ്ഥ. അതേപടി കൊണ്ടുപോയി കബറിൽ വെച്ചു. ഇലാ യൗമിൽ ഖിയാമ വരെ എങ്ങനെ ആലോചിച്ച് നോക്കി. നാണക്കേട് മാറുമോ? ഒരു മുസ്ലിം മരിച്ച രൂപതൻ ആലോചിച്ചിട്ടുണ്ടോ യുവാക്കളെ? കള്ളു കുടിക്കുന്നതിനിടയിലും ഷീട്ട് കളിക്കുന്നതിനിടയിലും ക്രിക്കറ്റ് കാണുന്നതിനിടയിലും ഹറാമ് ചെയ്യുന്നതിനിടയിലും പെണ്ണിനെ കമേന്റ് അടിക്കുന്നതിനിടയിലും മരണം വന്നെത്താം. മറക്കണ്ട. ഞാൻ നിങ്ങളും ഓരോരുത്തരും ജീവിതത്തിന്റെ ഏത് നിമിഷവും മരണം തന്നോടൊപ്പമുണ്ട് എന്നൊരു ഓർമ്മ വേണം. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് കള്ളം പറയാത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുസ്ലിങ്ങൾക്ക് ജീവിതത്തിനൊരു അടുക്കും ചിട്ടയുണ്ടാവണം. അതിന്റെ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവൂലേ? ഓൽക്കുണ്ടാവണം. പക്ഷേ ഓരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മാതൃക കാണിച്ച ആചാര്യൻ ഹൈന്ദവർക്കില്ല, അതവർക്കും അറിയാം. ക്രൈസ്തവർക്കില്ല, അതവർക്കും അറിയാം. നമ്മളങ്ങനെയല്ല. മുസ്ലിങ്ങൾ കേടുവന്നാൽ തീർച്ചയായിട്ടും ഹൈന്ദവരും ക്രൈസ്തവരും നമ്മളെ കുറ്റം പറയുക തന്നെ വേണം. കാരണം അവർക്ക് മാതൃകയാകേണ്ടവരാണ് നമ്മൾ, ലോകത്തിന് മാതൃകയാകേണ്ടവരാണ് നമ്മൾ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറുന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഖ്മിനൂന ബില്ലാഹ്. അല്ലാഹു പറയുന്നു ഖുർആനിലെ 3-ാം അധ്യായം 104, 110 വചനങ്ങൾ. വൽതകും മിൻകും ഉമ്മ യദൂന ഇലൽ ഖൈർ യഅമുറുന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വതുഖ്മിനൂന ബില്ലാഹ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാകട്ടെ. ആ ഉമ്മത്തിന്റെ ക്വാളിറ്റി എന്താ? മടക്കയാത്രക്ക് ഒരുങ്ങുമ്പോൾ ഓർക്കണം, ഈ ക്വാളിറ്റി ഒക്കെ നമുക്കുണ്ടോ? മരിക്കുന്നെല്ലാവർക്കും ഇന്നല്ലേ നാളെ മരിക്കും. ഇന്ന് ഞങ്ങൾ മക്കളും ഉമ്മയും എല്ലാവരും ഇങ്ങനെ നിൽക്കാൻ ഒഴിവാണ്, വെക്കേഷനാണ്, പെങ്ങന്മാരൊക്കെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും. അവന്റെ ഉമ്മ ചോദിക്കും, മോനെ നമ്മൾ മരിച്ചു പോവല്ലേ, യാത്ര പോകണല്ലേ, അത് ഓർക്കുകയായിരുന്നു എന്ന്. അങ്ങനെയാണ് ചർച്ച. ഏത് നിമിഷവും നമുക്കതാണ് മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ. അപ്പൊ ഓരോ സമയവും എനിക്ക് ഇന്ന് സ്ഥലത്ത് തേങ്ങ വലിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുറെ ഓലയും പറകുമൊക്കെ ഇട്ടപ്പോ ഉമ്മാന്റെ സമ്മതം ചോദിക്കണമല്ലോ. ഉമ്മ നിയന്ത്രിക്കുന്ന ഒരു സ്ഥലം. ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ അത് അയൽപ്പക്കത്ത് മൂത്തമ്മയുണ്ട്. ഞാൻ ചോദിച്ചത്, ഉമ്മ അത് എന്ത്? ഉടനെ ഉമ്മ പറയണം, മോനെ മൂത്തമ്മ കൊടുക്കാതെ വേറെ ആർക്കാ കൊടുക്കാൻ എന്ന്. എനിക്ക് എന്തൊരു സന്തോഷം. അതാണ് എപ്പോഴും നമുക്കുള്ള സന്തോഷം. അതാണ് ദീൻ.
ആ ദീനുമായി ബന്ധപ്പെട്ട് എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്താലും അല്ലാഹു അതിലൊരു പ്രതിഫലം തരും എന്നൊരു വിശ്വാസം ഇതിന് മനസ്സിൽ. ഇതൊന്നും ദുനിയാവില് ഇതൊന്നും നമ്മളാരും കൊണ്ടുപോകില്ല. 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് അല്ലേ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 3 കഷ്ണം തുണിയിലാ കബറിൽ വെച്ചിടുന്നു അല്ലേ, ആ കബറിലുള്ള യാത്ര. എന്റെ മഹലിൽ കഴിഞ്ഞ ദിവസം മരണം നടന്നു. വലിയൊരു പ്രമാണിയുടെ ഭാര്യ മരിച്ചു. സത്യം, ആ മരണമുണ്ടായി. അവരെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവച്ച് അവിടെ കബറടക്കി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. ആ പൊറുക്കലിനെ തേടുന്ന ഇടയിൽ ഞാൻ ചിന്തിച്ചിരിക്കും, എന്തായിരിക്കില്ലേ സായിബാബ മരിക്കുന്നതിനോട് കൂടി തന്നെ മലക്കുകളെത്തൂലേ, എന്തായിരിക്കും അവസ്ഥ അല്ലേ? സ്വയം ദൈവം ചമഞ്ഞവൻ എന്തായിരിക്കും അല്ലാഹുവിന്റെ മുമ്പിലുള്ള ശിക്ഷ? ഇനി ബേജാറായിട്ട് കാര്യം, ഇനി ബേജാറായിട്ട് കാര്യം അല്ലേ? ഫയഖൂല റബ്ബി ലൗലാ എന്ന് മൂപ്പരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറയും, ഏത് മനുഷ്യനും പറഞ്ഞു പോകുന്നേ, അല്ലാഹ് ഒന്ന് തിരിച്ചയക്കണേ. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. 16-ാം അധ്യായത്തിലെ 61-ാമത്തെ വചനം, 35-ാം അധ്യായത്തിലെ 45-ാമത്തെ വചനം. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. ഒരു നാഴിക, പടച്ചോന്റെ വാക്ക്, ഒരു നാഴിക അല്ലാഹു ഒരാൾക്ക് വിട്ടുതരില്ല. ഒരു മനുഷ്യനും ഒരു നാഴികയും അല്ലാഹു വിട്ടുതരില്ല. സത്യം, ആ മരണമാണ് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കണമെന്നല്ല, തിന്മകളിലേക്ക് കൂപ്പുകുത്തുമ്പോ ഈ ഒരു ഓർമ്മ വേണമെന്നാ പറഞ്ഞത്. മരിച്ചു പോകല്ലോ എന്നൊരു വല്ലാത്ത ചിന്ത മനസ്സിലുണ്ടാകണമെന്നാ പറഞ്ഞതിനർത്ഥം. എപ്പോഴും മരിച്ചു പോകും, പടച്ചതമ്പുരാനോട് എല്ലാറ്റിനെ കുറിച്ചും കണക്ക് പറയേണ്ടി വരും എന്നൊരു ബോധ്യത്തിൽ നിന്ന് ആരംഭിക്കട്ടെ നമ്മുടെ വിഷയത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ. സഹോദരങ്ങളെ, യാത്ര പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ചെറുതും വലുതുമായ യാത്രക്ക് പോകാറുണ്ട്. ഞാന് ഈ വർഷം എനിക്ക് ഹജ്ജിന് കിട്ടിയിട്ടോ എന്നൊരാളോട് സന്തോഷ വാർത്ത നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോ ഹജ്ജിനുള്ള കുറച്ച് ലോങ്ങായ ഒരു യാത്ര, 10-40 ദിവസം ഹറമിലും മദീനത്തും ഒക്കെ ആയിട്ട് 2 ഹറമുകളിലായി കഴിച്ചു കൂട്ടുന്ന ഒരു യാത്ര. മരിക്കാം, പലതും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാരെയും പൊരുത്തപ്പെടിപ്പിച്ചുകൊള്ളൊരു യാത്ര അല്ലേ? അതിന് പോകുമ്പോ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം നമ്മൾ കൊണ്ടുപോകും. ഒരു യാത്രക്ക് ആവശ്യമായ എല്ലാം നമ്മൾ ഒരുക്കി വെക്കാറുണ്ട് അല്ലേ? അങ്ങനെ ഒരുക്കി വെക്കുന്ന നാം പാസ്പോർട്ട് എടുക്കാറുണ്ട്, എയർപോർട്ടിലേക്ക് വിസ എടുക്കാറുണ്ട്, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എടുക്കാറുണ്ട്, ഫയൽ എടുക്കാറുണ്ട്, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരുങ്ങാറുണ്ട്, ഒരു വീട് വെക്കാൻ ആവശ്യമായ ഒരു ഭൂമി വാങ്ങാറുണ്ട്, അത് രജിസ്റ്റർ ചെയ്യാറുണ്ട്, വീട് പണി തുടങ്ങാറുണ്ട്. അങ്ങനെ ദുനിയാവിലെ ഏതേത് കാര്യത്തിനും ഭദ്രമായ ഒരുക്കങ്ങൾ നടത്തിയവരാണ് നമ്മൾ അല്ലേ? വെക്കേഷൻ സമയത്ത് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് മക്കളെ കുറിച്ചുള്ള ആകുലതകളാണ്. മക്കളെ ഏത് സ്കൂളിൽ ചേർക്കും, ആ സ്കൂളിന്റെ ക്വാളിറ്റി എന്താണ്, അവിടുത്തെ നിലവാരം എന്താണ്, അതൊക്കെ പഠിച്ചു മനസ്സിലാക്കി കുട്ടികളെ കൊണ്ടുപോയി ചേർത്ത് ഇറങ്ങി വരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. അൽഹംദുലില്ലാ, മക്കളുടെ കാര്യം വിദ്യാഭ്യാസത്തിൽ സുരക്ഷിതമാണ്. അതെ, പെൺകുട്ടിക്ക് നല്ലൊരു വരം വന്നു, കല്യാണം ഉറപ്പിച്ചു, സ്ത്രീധനല്ല, ദീനിയാണ് എന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ, എന്നെല്ലാ കാര്യത്തിനും ഒരുക്കം, എല്ലാവർക്കും ഒരു അടുക്കും ചിട്ടേ. പക്ഷേ അല്ലാഹനെ കണ്ടുമുട്ടാനുള്ള യാത്രയിൽ എന്തൊരുക്കി? വിശ്വാസരംഗം പൂർണ്ണമാണോ? അപാകത പറ്റിയിട്ടുണ്ടോ? പ്രമാണങ്ങളോടുള്ള സമീപനത്തിൽ അപാകത പറ്റിയിട്ടുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ അപാകത പറ്റിയിട്ടുണ്ടോ? മാതാവും പിതാവുമായുള്ള ബന്ധത്തിൽ അപാകത പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അപാകത പറ്റിയിട്ടുണ്ടോ? ഓർക്കണം. എല്ലാ രംഗത്തും അപാകത പറ്റിയിട്ടുണ്ടോ? ഓർക്കണം. മടക്കയാത്ര എന്ന വിഷയത്തിൽ ഇതെല്ലാം വരും എന്ന വസ്തുത നാം ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഓരോന്നോരോന്നായി നമ്മൾ ചർച്ച ചെയ്തു പോവുകയാണ്. നമുക്ക് അല്ലാഹ് എത്ര ആയുസ് തന്നു നമുക്കറിയില്ല. ഇന്ന് ഇവിടുന്ന് യാത്ര തിരിക്കുമോ എനിക്കറിയില്ല. എന്റെ ബട്ടൺ ഞാൻ അയച്ചു മാറ്റുമോ എനിക്കറിയില്ല. ഇല്ല. അബ്ദുൽ ജബ്ബാർ തളിപ്പറമ്പ് മരിക്കുമ്പോ അദ്ദേഹം തലേ ദിവസം വരെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഓടി നടന്ന്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഓടി നടന്ന് നോട്ടീസ് ഒട്ടിച്ച്, പോസ്റ്റർ ഒട്ടിച്ച്, ആളെ ബുക്ക് ചെയ്ത് അതിനോടി നടന്ന് സുബൈ ബാങ്ക് കൊടുത്ത് പള്ളിയിലേക്ക് ഒന്നു ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ അറ്റാക്കായി സുജൂദിലേക്ക് റുക്കൂയിൽ നിന്ന് വീണ, എന്നിട്ട് വണ്ടിയിൽ ചീറിപ്പാഞ്ഞ് പോകുന്നതിനിടയിൽ മരിച്ചു പോവുകയാണ്. കാർഡിയോളജിസ്റ്റായ പ്രഗത്ഭനായ എന്റെ ഒരു പരിചയക്കാരൻ കാർഡിയോളജിസ്റ്റാണ്. നെഞ്ചുവേദന വന്ന ഒരാളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്ലിപ്പ് ചെയ്തുമ്പോ പേന താഴെ വീണു. താഴേക്ക് കുനിയുമ്പോ
ആ കുനിയുന്നതോടൊപ്പം അയാളും താഴോട്ട് വീണു, തൽക്ഷണം മരിച്ചു പോകുകയാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊരാൾക്ക് പറയാനാവില്ല. എവിടെ വെച്ച് നിങ്ങൾ മരിക്കുമെന്നും നിങ്ങൾക്കൊരാൾക്ക് പറയാനാവില്ല എന്ന് അല്ലാഹു പറയുകയാണ്. 31-ാം അധ്യായം 34-ാമത്തെ വചനം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എപ്പോഴും പറയാറുള്ളത് തന്നെ, ആവർത്തിച്ച് പറയാൻ. 6 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊരു പാകിസ്ഥാനി താഴോട്ട് വീഴാൻ. താഴോട്ടിങ്ങനെ കാല് തെറ്റിയിട്ട് നോക്കി നിൽക്കുകയാണ് പണിക്കാര്, കൂടുള്ളവര്. എന്ന് പറഞ്ഞ് താഴോട്ടിങ്ങനെ പെട്ടെന്ന് തന്നെ താഴത്ത് വന്ന് ഒരു കാറിന്റെ സെന്ററിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാനി നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവനായതുകൊണ്ട് കാറങ്ങട്ട് കുഴിഞ്ഞുപോയി. പാകിസ്ഥാനിക്ക് ഒന്നും പറ്റിയില്ല, ഒന്നും. ഇത് കഥയല്ല, നേരിട്ട് കണ്ടവരുടെ വിശദീകരണമാണ്. പാകിസ്ഥാനി വീണു, കാറടക്കം കുഴിഞ്ഞുപോയി. ആലോചിച്ച് നോക്കിയ നിങ്ങള്. എന്നിട്ടേ ഒന്നും പറ്റിയില്ല. സന്തോഷം, അപാരമായ സന്തോഷം. നോക്കി നിന്നവർക്കൊക്കെ പെപ്സി കൊടുക്കാമെന്ന് തീരുമാനിച്ചേ. നോക്കി നിന്ന ആളുകൾക്കൊക്കെ പെപ്സി കൊടുക്കാൻ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ. റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ചീറിപ്പാഞ്ഞു വന്ന കാറ് തട്ടി ഛിന്ന ഭിന്നമായി മനുഷ്യൻ മരിക്കാൻ. എവിടെ വെച്ച് നിങ്ങൾ മരിക്കും, നാളെ എന്ത് സംഭവിക്കും, നിങ്ങൾക്കൊരാൾക്ക് പറയാനാവില്ല അല്ലേ? ആലോചിച്ച്. ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. നമ്മൾ പല ആളുകളെ പറ്റി പറയും, ഇപ്പൊ കുഞ്ഞാക്ക എന്തിനാ അങ്ങോട്ട് പോയത്, ആമിൻ ചാച്ചാക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് നമ്മൾ പറയും. ഇമാം തുർമുദി പറയാൻ, ഒരാൾക്കൊരു മരണത്തിന്റെ സമയം ഉണ്ടായ മരിക്കേണ്ട സ്ഥലത്തേക്ക് അയാൾ എത്താൻ എന്തോ ഒരു കാരണം ഉണ്ടാക്കും. വ്യത്യാസപ്പെട്ടോ? എത്ര പേരുടെ മരണത്തിൽ അനുഭവിച്ചതാണ് നമ്മള്. ഇപ്പം മുഖത്തോട് മുഖം നോക്കിയിട്ട് കാര്യമല്ല, വളരെ ഗൗരവമായി ഓർക്കണം, ഓരോ നിമിഷവും ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ അറിഞ്ഞിരുന്നു, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൗമേ നിങ്ങൾ കൂടുതൽ ചിരിക്കൂല, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹനെ ഓർത്തിട്ട് കരയാൻ. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കയറി വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല നബിയുടെ ഭാര്യയാണല്ലോ. അല്പം റൊമാന്റിക് മൂഡിൽ, അല്പം ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഭർത്താവിനോടുള്ള ഒരു സമീപനം അല്പം ഒരു കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട്, എനിക്ക് നിങ്ങളുടെ മാറിടത്തിലൊന്ന് തലവെച്ച് കിടക്കണം എന്ന് ആയിഷ ബീവി പറയാണ് അല്ലാഹുവിന്റെ റസൂലിനോട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആയിഷ നിന്റെ അവകാശ ദിവസമാണെന്ന്, അതിലൊന്നും കുഴപ്പമില്ല ആയിഷ, നിനക്ക് അവകാശപ്പെട്ട ദിനമാണിന്ന്. പക്ഷെ ആയിഷ, ഇന്ന് അതിനുള്ളൊരു മനസ്സില്ല ആയിഷ, ഒരു പായ എടുത്തിട്ട് ഞാൻ നിസ്കരിക്കട്ടെ ആയിഷ എന്ന് പറഞ്ഞു. ആര്? ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ശത്രു സൈന്യം അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞപ്പോ അലിയാര് തങ്ങളെ വിളിച്ചിട്ട് റസൂല് പറഞ്ഞു, അലി അലി, എന്നെ കൊല്ലാൻ നിൽക്കുന്ന ഇവരുടെ പല ആളുകളും എന്നെ വിശ്വസിച്ചേൽപ്പിച്ച കുറച്ച് വസ്തുക്കളുണ്ട്, ഞാനവർക്ക് വിശ്വസ്തനായിരുന്നു അലി, എന്റെ കയ്യിൽ തന്നാൽ അതൊന്നും ആവൂല എന്നവർ വിചാരിച്ചിരുന്നു അലി. അതുകൊണ്ട് അവരെന്നെ കൊന്നാലുമില്ലെങ്കിലും അലി എന്നെ കൊന്നോട്ടെ, എന്നെ കൊല്ലാൻ വന്നവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അവരെന്നെ വിശ്വസിച്ചേൽപ്പിച്ച പല വസ്തുക്കളും അലി ഒന്ന് പോലും വിട്ടേക്കാതെ, അവരെന്നെ കൊന്നാൽ പോലും നീ അവർക്കത് കൊടുക്കാതെ വിട്ടേക്കരുത്, അവരെന്നെ വിശ്വസിച്ചവരാണ് അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂലിന്റെ ഉമ്മത്താണ് നമ്മൾ മറന്നിട്ടുണ്ട് പലപ്പോഴും, മറക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞ ഈ കാര്യമാണ്. സഹോദരന്മാരെ ഓർക്കണം ഈ വസ്തുത. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാനായ അല്ലാഹുവിന്റെ റസൂലാണ് ആയിഷ ബീവിനോട് പറയുന്നത്, ആയിഷ ഇത് റൊമാന്റിക് മൂഡ്, നിനക്ക് അവകാശപ്പെട്ടത് തന്നെ ആയിഷ, പക്ഷെ ഇന്നൊരു മൂഡില്ല ആയിഷ, ഇന്ന് വല്ലാത്ത ഒരു ദിവസമാണ് ആയിഷ, പായെടുത്തിട ആയിഷ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ ആയിഷ. ആയിഷ ബീവിക്ക് ഗൗരവം മനസ്സിലായി, നബീനെ നന്നായിട്ടറിയാം. ആയിഷ ബീവി വേഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് പായെടുത്തിട്ട് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീരി ചാലിട്ടൊഴുകയാണ്. ജുബ്ബക്കുപ്പായത്തിലൂടെ കണ്ണുനീരൊഴുകി ജുബ്ബക്കുപ്പായം നനഞ്ഞു കുതിർന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് വലത് കൈ തലയണയാക്കി വെച്ച് കിടന്നു. കഅബത്തിന് അഭിമുഖമായി
റസൂലിന്റെ കൈത്തണ്ടയിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. നബി കിടന്ന ചുപ്പക്കുപ്പായം മുഴുവനും മണലിൽ കുതിരുകയാണ്. അങ്ങനെ സുബൈയുടെ തൊട്ടു മുമ്പായി ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഷോൾഡറിൽ ഇങ്ങനെ തടവിയിട്ട് ചോദിച്ചു, എന്തിനാ അങ്ങനെ കരയണത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിച്ചോ എന്ന് ചോദിക്കാണ്. അപ്പോ റസൂലുള്ള പറയാതല്ല ബിലാലേ, 2-3 ആയത്തിറങ്ങിയിട്ടുണ്ട് ബിലാലേ. ആ ആയത്താണ് ബിലാലേ എന്നെ കരയിപ്പിച്ചത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ ആയത്താണ് എന്നെ കരയിപ്പിച്ചത് ബിലാലേ എന്നാണ് ബിലാൽ റളിയല്ലാഹു റസൂൽ പറയുന്നത്. അന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ ഓർക്കുന്നവർക്ക് നരകാഗ്നിയിൽ നിന്ന് പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ. പടച്ചവനെ, ഈ ആകാശവും ഈ ഭൂമിയും ഈ രാവും ഈ പകലും ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചല്ല റബ്ബേ. അതുകൊണ്ട് നാഥാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. കരയുകയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. റസൂലിന് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ പൂർണ്ണനാണ്, ഞാനൊരു പൂർണ്ണനാണ് എന്ന് റസൂൽ സ്വയം ആശ്വസിച്ചിട്ടില്ല ഒരിക്കലും. സഹാബികൾ ചോദിച്ചില്ലേ, അല്ല കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ. നോക്ക് സഹോദര മുജാഹിദുകളെ, ഞാൻ എന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്നിലെ എന്നെ വിളിച്ചുണർത്തുകയാണ് ഞാൻ, എന്റെ ബോധതലത്തെ സ്പന്ദിപ്പിക്കുകയാണ് ഞാൻ. അത് നിങ്ങളോടും കൂടിയാകുന്നു എന്ന വ്യത്യാസമല്ലാതെ ഞാനിന്ന് വേറിട്ട് ഒരു ഉയർച്ചയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നെ പ്രിയപ്പെട്ട മുജാഹിദുകളെ നിങ്ങൾക്കൊരിക്കലും തോന്നരുത്. ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും സ്വന്തത്തെ മറന്നുകൊണ്ട് ജീവിക്കാൻ ശീലിച്ചിട്ടുള്ള ഒരു സമീപനം പ്രവാചകന്മാർക്കില്ലാത്തത് കൊണ്ട്, സഹാബികൾക്കില്ലാത്തത് കൊണ്ട് നമുക്കത് പാടില്ലെന്ന് വിശ്വസിക്കുകയും അതിന് ജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഈ പ്രഭാഷണത്തിലൂടെ എന്നോട് ഞാൻ ആവശ്യപ്പെടുന്നത്. വാക്കും പ്രവൃത്തിയും ദൂരമില്ലാതെ കാത്തു സൂക്ഷിക്കുമോനെ എന്ന് സ്വന്തത്തോട് സ്വയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മരിച്ചു പോകും കേട്ടോ. സത്യമായും ഏത് നിമിഷവും അല്ല നമ്മളെ പിടിക്കുമ്പോ അല്ല നമ്മുടെ മുഖം തിരിച്ചു കളയരുത് കേട്ടോ. പടച്ചോൻ നമ്മുടെ മുഖത്തേക്ക് നോക്കാത്തൊരവസ്ഥാവിശേഷം. സലാമുൻ അലൈക്കും തിബ്തുൻ. സൂറത്ത് സുബറിലെ ഒരു വാക്കാണ് സലാമുൻ അലൈക്കും തിബ്തുൻ. തൃപ്തിപ്പെട്ടിട്ടുണ്ട് ഞാൻ, എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ. വന്നോ എന്ന് പറയുന്ന ആ ഒരവസ്ഥാവിശേഷം. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അല്ലാഹ് നമ്മളെ ക്ഷണിക്കുന്നത്. നമുക്കത് മതി, നമുക്കതിനപ്പുറത്ത് ഒന്നും വേണ്ട നമുക്ക്. അതാണ് നമ്മുടെ കാതലായ. പിന്നെ എന്തിനാ നമ്മൾ വീടുണ്ടാക്കിയത്? ഭാര്യയും മക്കളുള്ളത് കൊണ്ടാ, ഉമ്മയിപ്പയുള്ളത് കൊണ്ടാ. ഒറ്റാന്തടിയായിരുന്നുവെങ്കിൽ പടച്ചോനാണ് ഒരു പേപ്പർ വിരിച്ചുറങ്ങാൻ ആ പൂതി. വേറൊന്നും നമുക്ക് ആവശ്യമില്ല. പടച്ചോന്റെ അടുത്തൊരു സീറ്റ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞില്ലേ, ഒരു ആ സ്വർഗത്തിന്റെ മൂലയിൽ ഒരു മമ്മട്ടി ചാരി വെക്കാനുള്ള, ഒരു ചെരുപ്പ്, ഒരു കാലിങ്ങനെ കുത്താനുള്ള ഒരവസരം പടച്ചോൻ തന്നാ മതി. സ്വർഗത്തിലൊരു കാല് കുത്താൻ ഒരു കാലൊക്കെ കീറുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണേ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മടക്കയാത്രക്കായി എന്തൊക്കെ വേണം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ നമ്മൾ ഒരുക്കി, ഇനി എന്തൊക്കെ വേണം, എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ ആയുധം നമ്മുടെ കയ്യിലുണ്ട് തൗഹീദ്. അത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. എന്തിനെന്നറിയോ? ബേജാറാകണ്ടെന്നല്ലേ. എന്നാ ബേജാറാകണ്ടുണ്ട് ഞാൻ വേറെ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾ ഓർക്കുക, ഒരാശ്വാസം. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആകാശം മുട്ട പാപം ചെയ്തിട്ട് ഒരാൾ അല്ലാഹനെ കണ്ടു. ആകാശം മുട്ടത്തേക്ക് അത്രയും വലിയ പാപി, പക്ഷെ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടേയില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവന് മാത്രമേ ദുരരുത്. നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ് മാത്രമേ നേർച്ച നേർന്നിട്ട്. തൗഹീദുള്ള ആളാണ്. റസൂല് പറയാൻ അള്ളാഹു അവന് കാരുണ്യം ചൊരിഞ്ഞ അവൻ സ്വർഗത്തിൽ. തൗഹീദുണ്ട്. വേറൊരു സാബി ചോദിച്ചു നബിയോട്, നബിയെ വ്യഭിചരിക്കുകയും കളവ് നടത്തുകയും ചെയ്താലും സ്വർഗത്ത് പോകുമോ? റസൂല് പറഞ്ഞു പോകും, ശിർക്കില്ലെങ്കിൽ. തൗഹീദിന്. വീണ്ടും ചോദിച്ചു നബിയെ, ഒരാളെ കൊന്നാലും കളവ് നടത്തിയാലും സ്വർഗത്ത് പോകുന്നു? നേരെ മറിച്ച് ശിർക്കുണ്ടെങ്കിലോ?
ഒരിക്കലും സ്വർഗത്ത് പോകില്ല. അതാണ് എനിക്ക് കേൾക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക. അല്ലമ്മ നാസിറുദ്ദീൻ അൽബാനിയുടെ സഹീഹായ ഹദീസുകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാം ഒരു കഥ. റസൂൽ പറയും, കള്ളം പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ 99 ചങ്ങലകളിൽ ബന്ധിപ്പിച്ചിട്ട് ഒരാളെ കൊണ്ടുവരും. 99 ചങ്ങലകളിൽ. ശരിക്കോർത്തോളൂ, ഇത് സാധാരണ നമ്മളിങ്ങനെ ഒരാടിച്ചുപൊളി പ്രസംഗമായിട്ട് നടന്നത് എന്ന് നിങ്ങളാരും മാർക്കടകളപ്പെടുത്താൻ ഈ പ്രസംഗത്തെ നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ പ്രസംഗം സ്വന്തത്തെ തിരുത്താൻ, ഞാൻ എന്നെ തിരുത്താൻ, നിങ്ങളിൽ ഓരോരുത്തരും നമ്മളെ തിരുത്താൻ, അതിനുവേണ്ടി മാത്രമായിരിക്കണം ഈ പ്രസംഗം എന്നെയും നിങ്ങളെയും നന്നാക്കാനായിരിക്കണം. ഏതൊരു പ്രസംഗവും അതിനായിരിക്കണം. ഏതൊരു പ്രസംഗവും അങ്ങനെ ചെയ്യുന്നുള്ളൂ. സഹോദരങ്ങളെ, ഇന്ന് പോയിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഈ പ്രസംഗത്തിലാങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ചെന്നിട്ട് ഇങ്ങനെ കിടക്കുക. ഭാര്യനോട് പറയും, ഞാൻ എന്നൊരല്പം ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, നീ ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് ആലോചിച്ചു നോക്കും. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു. ഞാനെന്ന് നിന്റെ ബെഡിൽ നിന്ന് മാറിക്കിടക്കുക. ഷുഹൈബ് റൂമി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, മഹാനായ ഒരു വ്യക്തി. ഷുഹൈബ് റൂമി ഭാര്യയുടെ കൂടെ ഇങ്ങനെ കിടക്കുക, കിടപ്പുകൊള്ളുന്നില്ല, എണീറ്റ് ഇങ്ങനെ ഇരിക്കും, പിന്നെ ഇങ്ങനെ നടക്കും, പിന്നെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, പിന്നെ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, പിന്നെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. ഭയങ്കരമായ അസ്വസ്ഥത. ഭാര്യ ചോദിച്ചു, എന്തിനാ അങ്ങനെ? ഉറങ്ങിക്കൂടി, നിങ്ങൾ ഇങ്ങനെ കളിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം, എന്താ അങ്ങനെ? ഉറങ്ങിക്കൂടി, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? എന്താ ടെൻഷൻ? നമുക്കൊക്കെ ഉള്ള ടെൻഷൻ എന്താ? 10 സെന്റ് ഭൂമി നഷ്ടപ്പെട്ടു, 10 സെന്റ് വന്നതുപോലെ വന്നതെടുത്ത് നോക്കൂലേ? നമുക്കുള്ള ടെൻഷൻ ഇതല്ലേ? ഷുഹൈബ് റൂമി പറയണം, എടി ദുനിയാവ് ഓർത്തിട്ടുള്ളൊരു ടെൻഷൻ അല്ല, ഞാൻ സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഓർക്കുകയായിരുന്നു. സ്വർഗത്തിന്റെ സർവ്വസുഖങ്ങളും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയപ്പാട് മനസ്സിൽ, നരകത്തിന്റെ ഭയാനകതയിൽ എത്തിപ്പെട്ടു പോകുമോ എന്ന മനസ്സിന്റെ ഒരു വിഷമം. അതുകൊണ്ട് എത്ര നല്ലൊരു ജീവിതം ലോകത്ത് സംഭാവന ചെയ്ത അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളാണ് നമ്മൾ. നമുക്ക് എന്താ സംഭവിച്ചത്? ദുനിയാവിന്റെ സുഖങ്ങളും സമ്പന്നതയും സൗഭാഗ്യങ്ങളുമാണ് എല്ലാം വിചാരിച്ചു പോയോ? അങ്ങനെ കരുതിയോ? അങ്ങനെ കരുതിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്, അല്ലേ? നേരെ മറിച്ച് ഇതൊക്കെ വിട്ട് യാത്ര പോകുന്ന ആ ഒരവസ്ഥാവിശേഷത്തെ കുറിച്ച് ഗൗരവമായി ഓർത്തിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്കും എങ്ങനെ സംഭവിക്കുന്നു തിന്മകൾ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതല്ലേ? അല്ലേ? എവിടെയാണ് അല്ലാഹുവിനെ നമ്മൾ മറന്നു പോകുന്നത്? അന്ന് നമുക്ക് ഹിദായത്ത് നൽകിയില്ലേ? ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് കൊടുക്കാത്ത തൗഹീദ് എന്തിനാ അന്ന് നമുക്ക് നൽകിയത്? ഇബ്രാഹിം നബി ആരാ? ഖലീലുള്ളാഹ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ. അള്ളാഹ്ക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ അത് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലേ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ല. നബീനെ അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമാണ്, നബീന്റെ മൂത്താപ്പാക്ക് ഏളാപ്പാക്കും ഒന്നും അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ല. ലൂത്ത് നബീനെ അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്ക് അള്ളാഹ് കൊടുത്തില്ല. നൂഹ് അലൈഹിസ്സലാം ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആളാ. ആ നൂഹ് നബിയുടെ ഭാര്യക്കും മകനും അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ല. ഏതോ ഒരു വളാഞ്ചേരിയിലെ ഏതോ ഒരു നാട്ടിലെ ഈ ഇരുമ്പിളിയത്തെ ഈ നാടൻ മനുഷ്യന്മാരായ നമുക്ക് എന്തിനല്ല തൗഹീദ് തന്നു? എന്തിനല്ല നമ്മളെ മുസ്ലിങ്ങളായി അല്ലാഹ് നമ്മൾ ആദരിച്ചില്ലേ? അല്ലാഹ് നമ്മളെ ഉയർന്ന കേട്ടകരയിൽപ്പെടുത്തിയില്ലേ? അതെ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. അവനതിന് സാക്ഷിയാണ്. അല്ലാഹുവിനോട് നന്ദി കെട്ടവരാണ് മനുഷ്യർ. അതേ, വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവർക്ക് ധനത്തോട് കഠിനമായ സ്നേഹം. അക്കഠിനമായ സ്നേഹമാണ്. അല്ലാഹ് പറഞ്ഞ കാരണത അവൻ സാക്ഷിയാ. അവനറിയാം സമ്പത്തിനോട് അവന് ഹുബ്ബാൻ. ആ സമ്പത്തിനോടുള്ള ഹുബ്ബ് അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. ഗൗരവം. ഖുർആനിലെ 100-ാം അധ്യായം. നമ്മളതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഫിറ്റല്ല. എന്തിനാ പിന്നെ ഈ ജീവിതം? യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. 61-ാം അധ്യായം സൂറത്ത് സഫ് 2-3 വചനങ്ങളാണ്. എന്താ അല്ലാഹ് പറയുന്നത്? അല്ല മനുഷ്യരെ, ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത നിങ്ങൾ പറയല്ലേ? കബുറ മഖ്തൻ ഇൻദല്ലാഹ്, നിങ്ങൾ പ്രവർത്തിക്കാത്ത പറയാന്നുള്ള അല്ലാഹ്ക്ക് ഇഷ്ടല്ല. അല്ലാഹ്ക്ക് കോപാണ്. പടച്ചോൻ കോപിക്കുക എന്നോടും നിങ്ങളോടും. എന്തിനാ ഇത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ചെയ്ത് പ്രവൃത്തി പദത്തിൽ ആരെയും കാണിക്കാനല്ല. എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, അല്ലെ? എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മളിങ്ങനെ ആലോചിക്കുക, ഈ പ്രസംഗത്തിലൂടെ ആലോചിക്കുക, എന്തൊക്കെ അല്ലാഹ് പറഞ്ഞു നമുക്ക്, എന്തൊക്കെ അല്ലാഹ് പറഞ്ഞു.
മഹാനായ ഇതൊക്കെ ചരിത്രാട്ടോ ഞാൻ പറയുന്നത്, മനസ്സിൽ തട്ടുന്ന ചരിത്രങ്ങളാണ്. നിങ്ങൾ അതിന്റെ പിന്നാലെ എങ്ങനെ വന്നാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന ഘട്ടം 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്തേടെടുത്ത മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. ഏറെക്കുറെ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു രാത്രി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വിളിച്ചു. പ്രിയ കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സമീപത്ത് വിളിച്ചു. നല്ല ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ. അള്ളാഹു ഇഷ്ടപ്പെട്ട 2 മഹാവ്യക്തിത്വങ്ങൾ. ഈ ഭൂമിയിൽ നിന്ന് തന്നെ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭരായ സഹാബി. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയില്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റസൂൽ പറഞ്ഞല്ലോ, അള്ളാഹു കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്ക് പോലും സ്വർഗത്ത് പോകാൻ പറ്റില്ല സഹാബത്തെ, നിങ്ങൾക്കും കഴിയില്ലേ നബിയേ എന്ന്. അതെ, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പകരമല്ലട്ടോ സ്വർഗം. അല്ല, പരമകാരുണ്യകനായ റബ്ബിന്റെ അളവറ്റ കരുണയല്ലാതെ ഇല്ല ഒരിക്കലും നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. സ്വർഗം കിട്ടുന്ന റസൂലിന്റെ തിരുനാമം കൊണ്ട് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആണ് അബൂബക്കർ സിദ്ദീഖിന്റെ ചാരത്ത് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അബൂബക്കർ പറഞ്ഞു, ഉമറേ, ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ നിന്നെ ഗൗരവമായി ചില ഉപദേശം തരികയാണ്. ഉമറേ, രാത്രി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഉമറേ, ഒരിക്കലും അത് പകലിലേക്ക് വെച്ചേക്കരുത് ഉമറേ. പകല് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഉമറേ, ഒരിക്കലും അത് രാത്രിയിലേക്ക് വെച്ചേക്കരുത് ഉമറേ. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഉമറേ, ഖുർആൻ വായിച്ചിട്ടില്ലേ ഉമറേ നീ? അതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. ഖുർആൻ വായിച്ചിട്ടില്ലേ ഉമറേ? സത്യവിശ്വാസികളെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗം കണ്ടിട്ടില്ലേ ഉമറേ? ആ സത്യവിശ്വാസിയുടെ ക്വാളിറ്റിയും സ്വർഗത്തെ കുറിച്ചുള്ള വർത്തമാനവും ആ സ്വർഗം ഇവർക്കാകുന്നു എന്ന കണക്ഷനും ഖുർആനിൽ വായിച്ചിട്ടില്ലേ ഉമറേ? നരകത്തെ പറ്റി പറയുന്ന നീ കേട്ടിട്ടില്ലേ ഉമറേ? നരകാവകാശികളുടെ സ്വഭാവത്തെ പറ്റിയും മാറി മാറി സമ്മിശ്രമായി അവതരിപ്പിക്കുന്ന നീ കേട്ടിട്ടില്ലേ ഉമറേ? പിഞ്ചു പൈതലിനെ പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വിതുമ്പി വിതുമ്പി കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഓരോ ഉപദേശത്തിലും കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ? എനിക്ക് എന്ത് അപാകതയാണ് പറ്റിയത്? അങ്ങനെയായിരുന്നു അവർ. ഹുദൈഫത്തുൽ യമാനി, നബിയുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരൻ, ഹൃദയ സൂക്ഷിപ്പുകാരൻ, ആ ഹുദൈഫത്തുൽ യമാനിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നു, മുസ്ലിം ഉമ്മത്തിലെ മുനാഫിക്കുകളാരാ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഈ ഹുദൈഫത്തുൽ യമാനിയുടെ പിന്നാലെ പോകും. ഹുദൈഫ, ആ റസൂൽ പറഞ്ഞു, മുനാഫിക്കുകളിൽ ഞാനുണ്ടോ ഹുദൈഫ? ഈ ഉമറുണ്ടോ ഹുദൈഫ എന്ന് ചോദിച്ചിട്ട് ചൊല്ലുമായിരുന്നു. നാം നമുക്കൊക്കെ ഏറെക്കുറെ തൗഹീദുണ്ടല്ലോ, സ്വർഗത്തിലെത്തുമല്ലോ എന്ന് വിചാരിക്കാൻ പഴയ കഥയിലേക്ക് മടങ്ങി പോവുകയാണ്. ഇതൊക്കെ അങ്ങനെ കണക്റ്റഡ് ആണ്. പഴയതിലേക്ക് മടങ്ങി പോകാൻ 99 ചങ്ങലകളിൽ ബന്ധിപ്പിച്ചൊരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. ആവശ്യമുണ്ടായിരുന്നു ഈ യാത്ര, അതുകൊണ്ടാണ് 99 ചങ്ങലകളിൽ ബന്ധിപ്പിച്ചു. ആ 99 ചങ്ങലകൾ ബന്ധിപ്പിച്ചൊരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് ഒരു ചോദ്യം, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇതൊക്കെ നിന്റെ പാപമാണ്. ഈ മനുഷ്യൻ പറയുമത്രേ, ഇല്ല അല്ലാ. ഈ ചങ്ങലയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? അറ്റം കാണാത്ത, അങ്ങ് അറ്റം വരെ അതിനറ്റം കാണുന്നില്ല. അപ്പൊ ആ മനുഷ്യൻ പറയാൻ, ഈ 99 ചങ്ങല ഇന്റെ പാപാണ്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ നരകത്തിലാണ്. അപ്പൊ അല്ലാഹു പറയും, നിന്റെ കാര്യത്തിൽ എനിക്കൊരു കുതിർ പറയാനുണ്ട്, ഒരു പതാക കാണിക്കാനുണ്ട് നിനക്ക്, ഒരു കാർഡ്. ആ കാർഡിൽ നിനക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ. അത് നീ ഉറച്ചു വിശ്വസിച്ചവനാ, അല്ലാഹുവിൽ നീ പങ്കു ചേർത്തിട്ടില്ല. ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിനക്ക് സ്വർഗം തരികയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇത് മതിയോ? അതുകൊണ്ടല്ല കാരുണ്യം ചൊരിയോ? അല്ല ആർക്കാ ചൊരിയ? എനിക്ക് തൗഹീദ് കൊണ്ട് എനിക്ക് എന്തു ആകാന്നാ നീയത്തെങ്കിലും വിടൂല. നേരെ മറിച്ച് അറിയാതെ തെറ്റുപറ്റിയോ അല്ല പുറത്തു വരും. വിശുദ്ധ ഖുർആനിലെ പരാമർശം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഹാബികൾ പേടിച്ചത് എപ്പോഴാ? സഹാബികൾ പേടിച്ചത് പലതവണ സഹാബികൾ പേടിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കേട്ടോളൂ. സൂറത്ത് ബഖറയിലെ 2-ാം അധ്യായത്തിലെ 284-ാമത്തെ വചനം ഇറങ്ങിയപ്പോൾ സഹാബികൾ പേടിച്ചു. എന്തായത്? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും. അതെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹ് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ വിചാരങ്ങൾ അല്ലാഹു അറിയുന്നുണ്ട്. അവൻ നിങ്ങളെ വിചാരണ ചെയ്യും എന്ന് തുടങ്ങിയ ആയത്തിറങ്ങിയപ്പോ സഹാബികൾ ചോദിച്ചു, അല്ല, മനസ്സിന്റെ ചിന്തകൾക്ക് വരെ അല്ലാഹു വിചാരണ ചെയ്യോ? മനസ്സ് നമ്മുടെ കൺട്രോളിലല്ലല്ലോ, നമ്മളുടെ കൺട്രോളിലല്ലല്ലോ ഈ മനസ്സ്, അതിന് സൃഷ്ടിക്കോ? അപ്പൊ അല്ലാഹു വീണ്ടും പറഞ്ഞു,
എന്താ യഗ്ഫിറു ലിമൻ യശാ വയുഹദ്ദിബു മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുത്തു കൊടുക്കും. അള്ളാഹ് നമ്മളെ പേരിൽ ഉദ്ദേശിക്കോ? നമുക്കറിയോ ഉദ്ദേശിക്കുന്ന കുറെ ഘടകങ്ങൾ ചേരാനുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ബോധപൂർവം ഒരു തെറ്റും ചെയ്യാൻ നമ്മൾ വിധേയരാകും. അല്ലാതെ എന്ത് തെറ്റ് പറ്റിക്കോട്ടെ അള്ളാഹ് പുറത്തു വരും. പക്ഷേ ഗുരുതരമായി അറിഞ്ഞുകൊണ്ട് എന്നും ആ തെറ്റിൽ വിടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ വിടില്ല. ഏത് കാര്യത്തിലും പഠിച്ചോൻ നോക്കൂ ഒരു തന്റെ മനസ്സിലേക്ക് എന്താണ് അവന്റെ സാഹചര്യം, അതിനനുസരിച്ച് ഓരോരുത്തർക്ക് അതറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് അറിയാം ഓരോരുത്തരുടെ സാഹചര്യം എന്തായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തമാശയായി ഒരു ചർച്ചയായി നിങ്ങൾ ഇതിനെ കാണരുത്. ഇനി ഈ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരായത്തുണ്ട് ഖുർആനിലെ. നോക്കണേ നിങ്ങൾ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ അല്ലെ, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, തെൽമൂദ്, സെന്നവസ്, ഇതൊക്കെ പരിശോധിച്ചിട്ടും അവർക്കാർക്കും പാർലമെന്റിൽ അതിൽ ഒരു വാചകം കിട്ടിയില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നൊരു വാചകം. ആ വാചകം ഈ സദസ്സിൽ ഞാൻ പറയാൻ മിക്ക സദസ്സിലും പറയാറുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത നിലപാടുകൾക്ക് സ്വയം മാറ്റം വരുത്താത്ത കാലത്തോളം നിങ്ങളെ അള്ളാഹു മാറ്റുകയില്ല. പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു അവരെ മാറ്റൂലെന്ന്. ഓരോ വിഷയങ്ങൾ എടുത്തു പോയിക്കോ, ഓരോ കാര്യങ്ങൾ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, അബൂദറിനോട് റസൂലുള്ളാഹി ചോദിക്കാതെ നമ്മുടെ വിഷയത്തിന്റെ കാതലായ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അബൂദറിനോട് റസൂലുള്ളാഹി ചോദിക്കുക, അബൂദർ, ഓ നബിയെ എന്താണ്? ലബ്ബൈക് നബിയെ, വിളിക്കുത്തരം നൽകി. എന്താ നബിയെ എന്ന്. അബൂദറെ, യാത്ര പോകാറുണ്ടോ എന്ന്. യാത്ര പോകാറുണ്ടോ അബൂദറെ? ആ, യാത്ര പോകാറുണ്ട്. അബൂദറെ, യാത്രക്ക് പോകുമ്പോ യാത്രക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കാറുണ്ടോ അബൂദറെ? കണ്ട് നബിയെ. നല്ല ജോറായിട്ട് ഒരുക്കാറുണ്ടോ? ആ, ജോറായിട്ട് തന്നെ ഒരുക്കാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി രണ്ടാമത് ചോദിക്കാൻ, ശരി അബൂദറെ, അള്ളാനെ കണ്ടുമുട്ടാനുള്ള ഒരു യാത്രയല്ലേ നമുക്കൊക്കെ, ഒടുവിലത്തൊരു യാത്ര. ആ യാത്രക്കുള്ള പാതയും എന്താ ഒരുക്കി വെച്ചത് അബൂദറെ? മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചോളി, മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചോളി. അബൂദറെ, അള്ളാനെ കണ്ടുമുട്ടാൻ അല്ലെ, ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അള്ളാനെ കണ്ടുമുട്ടാനുള്ള ആ യാത്രക്ക് അമലു സ്വാലിഹാത്ത്. എവിടെ അമലു സ്വാലിഹാത്ത്? എവിടെയാ അമലു സ്വാലിഹാത്ത്? എവിടെയാ ശർറില്ലാതെ നല്ല കാഴ്ചകളുണ്ടോ, നല്ല കേൾവികളുണ്ടോ, നല്ല ചിന്തകളുണ്ടോ, നല്ല പ്രവർത്തനങ്ങളുണ്ടോ? ബാക്കിയാകുന്ന അമലുണ്ടോ? ഉണ്ടോ? അല്ലാഹു പറഞ്ഞത് എന്താ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. സന്താനങ്ങളും സമ്പത്തും ദുനിയാവിലെ അലങ്കാരങ്ങളാണ്, ബാക്കിയാകുന്ന അമലാണ്. 18-ാം അധ്യായം 46-ാമത്തെ വചനമാണ്. എവിടെ? അബൂദറിനോട് റസൂലുള്ളാഹിന്റെ ചോദ്യം. അബൂദർ ചൂളിപ്പോയി. അബൂദർ ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നലേ ആ യാത്രക്കുള്ള പാതയെ, മടക്കയാത്രക്ക് വേണ്ടി ചില ഐറ്റംസ് പഠിപ്പിച്ചില്ല, അനുസരിച്ച് ജീവിച്ചാൽ. ഒന്നാമതായി അബൂദറിനെ തൗഹീദ് പഠിപ്പിച്ചതിനെ ശേഷം പഠിപ്പിക്കുന്നത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. തൗഹീദും സുന്നത്തും ഉൾക്കൊണ്ട അബൂദറിനോട് ഇനി വേണ്ട കാര്യം പറയാം. തൗഹീദുണ്ട്, ഉണ്ടോ? തൗഹീദുണ്ട്, സുന്നത്തുണ്ട്, ഇനി ആവശ്യമുള്ള കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂദറെ, ചുട്ടുപൊള്ളുന്ന ഒരു പകലിൽ നോമ്പ് വെൽക്കും. എല്ലാവരും നല്ലോണം പള്ളർച്ച് തിന്നുന്ന ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയത്ത് പകല് നോമ്പ് നോക്കുക അബൂദറെ. ഓർക്കണം ഓരോരുത്തരും, ഞാനുങ്ങളൊക്കെ ഓർക്കണം. സുന്നത്തായ നോമ്പുകൾ നല്ല ചൂടുള്ള, ഇന്നൊന്നിലെയൊക്കെ എന്റെ ഒരു അഭിപ്രായട്ടോ, ഇന്നൊന്നിലെയൊക്കെ അപാരം ഭയങ്കരമായ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം, 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള ആൾട്രാ കോസ്മിക് അനവരതം തുടരുന്ന പ്രവാഹം കൊണ്ട് മനുഷ്യന്റെ ശരീരം പൊള്ളലേറ്റിരിക്കും. പാലക്കാട് ജില്ലയിലൊക്കെ ബോധം കെട്ടു വീണ മനുഷ്യന്മാർ ഏറ്റവും ചൂടനുഭവിക്കുന്ന ജില്ലകളിലൊന്നതാണ്. പല കാരണങ്ങളുണ്ടായി, പല കാരണങ്ങൾ. ഞാൻ കാരണങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നു. എല്ലാ കാരണങ്ങളും നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നുള്ള നിഗൂഢമാണ്. എന്തോ ആവട്ടെ, ഈ ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
ഈ ഒരു സന്ദർഭം എവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്? ചുട്ടുപൊള്ളുന്ന ഈ ചൂടിൽ ഒരു നോമ്പ് നോൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. പിന്നെ റസൂൽ പറഞ്ഞു, അബൂദർറെ, രാത്രി മനുഷ്യന്മാർ ഉറങ്ങിക്കിടക്കുമ്പോ എണീറ്റ് നിന്നിട്ട് നിസ്കരിക്കും. തണുപ്പായാലും ചൂടായാലും രാത്രിയിൽ എണീറ്റ് നിസ്കരിക്കാൻ. രാത്രി ഉറങ്ങിയ പിന്നെ എണീക്കലുണ്ടോ? സുബൈക്ക് വരെ എണീക്കലുണ്ടോ? പള്ളിയിലാരല്ല ഇമാമും രണ്ടാളും ഉണ്ടാവും. വയസ്സായോലെ അവർക്ക് ഉറക്കം കിട്ടായിട്ട് വന്നതാ. ഉറക്കുന്ന ചാടി എണീറ്റല്ല, വയസ്സായതുകൊണ്ട് ഒരു 3 മണിക്കൊക്കെ ഉറക്കണരും. വയസ്സന്മാരങ്ങനെ ആരെയും ക്ഷമിക്കണോട്ടോ. അങ്ങനെയാണെന്ന് പോയതാ. പിന്നെ വയസ്സായല്ലോ, ഇനിയിപ്പോ ഏതെങ്കിലും പടച്ചോനെ കണ്ടുമുട്ടാതൊരു യാത്രയാണ്, എന്തെങ്കിലും കൈകളയാം. യുവാക്കളൊന്നും കാണില്ല. ഇപ്പൊ യുവാക്കൾക്കൊക്കെ മാറ്റം ഉണ്ടായി, അത് വേറെ വിഷയം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അല്ലേ? എന്നാലോ നിനക്ക് സമാധാനത്തോടെ സ്വർഗത്ത് പോകാം, സമാധാനത്തോടെ സ്വർഗത്ത് പോകാം. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർറെ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തള, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തള. പാതേയമാണ്, സ്വർഗത്തിലേക്കുള്ള പാതേയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു യാചകന്റെ വല്ലാത്ത അവസ്ഥ കണ്ടപ്പോ, സാധാരണ ഒക്കെ യാചിക്കുന്ന ആളുകൾ കൊടുക്കണ്ട, കാരണം അത് കൊടുത്താല് അത് ഏജന്റുമാര് വെച്ച് കൊടുക്കുന്നതാണ്, അത് അവര് അടിച്ചുകൊണ്ടുപോകും. അപ്പൊ ഞാൻ അവരോട് പറയാറുള്ളത്, ഇവൻ യാചിച്ച് കിട്ടിയാലേ ഇവന് ജീവിക്കാൻ പറ്റും. ഏജന്റുമാര് പിടിച്ചാലും ഇല്ലെങ്കിലും യാചിച്ച് 100 റുപ്യ കൊണ്ടുവന്നാൽ 40 റുപ്യ കിട്ടണമെങ്കിൽ ഓനും മുളന്തേ കൊടുക്കണോ, അല്ലെ ഓൻ പട്ടിണിയായി പോകും. അതുകൊണ്ട് കൊടുക്കുകയാണ്. അന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കണം, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ദാനം ചെയ്യും, എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യും. എല്ലാ ദിവസവും ദാനം ചെയ്യാത്ത ഒരൊറ്റ ദിവസം നമ്മുടെ ലൈഫിലുണ്ടാകും. അവിടെയാണ് വളരെ ഗൗരവമായി അബൂദർറെ ദാനം ചെയ്യണേ എന്ന് പറഞ്ഞു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണേ. പിന്നെ അബൂദറിനോട് റസൂൽ പറയാണ്, അബൂദർറെ, നല്ലതല്ലാത്തത് പറയരുത് അബൂദർ, നല്ല വാക്ക്, ചീത്ത വാക്ക് പറയരുത് അബൂദർറെ. പിന്നെ റസൂൽ പറഞ്ഞു, ഹജ്ജ് ചെയ്യാനും മറക്കരുത് അബൂദർറെ. തൗഹീദ്, നോമ്പ്, അതെ, ദാനം, പാവപ്പെട്ടവന്റെ സംരക്ഷണം, നല്ല വാക്ക്, ഹജ്ജ്, ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള പാതയമാണ് അബൂദർറെ. ഓർത്തു നോക്കി, അബൂദർ അങ്ങനെ പാതയം സ്വീകരിച്ചാലാ. ഈ അബൂദറിന്റെ പ്രത്യേകത എന്തറിയോ? ഒറ്റയാനായിരുന്നു, ഒറ്റയാൻ, വേറിട്ടൊരു മനുഷ്യൻ. അബൂദറിനെ കുറിച്ച് റസൂൽ പറഞ്ഞു എന്താ? ഏകാഗിയായി സഞ്ചരിച്ച്, ഏകാഗിയായി മരിച്ച്, ഏകാഗിയായി ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനായിരിക്കും അബൂദർ റളിയല്ലാഹു അൻഹു. റബദയിലാ മരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്തറിയോ? യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്നുള്ള ആയത്തിറങ്ങി. അപ്പൊ പറഞ്ഞു, മിച്ചം കഴിഞ്ഞ് അത്യാവശ്യമുള്ള കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ. അബൂദർ മരിക്കുന്നവരെ ചെയ്ത പണി എന്തറിയോ? 1 ലക്ഷം റുപ്യ ഇന്ന് കിട്ടി വിചാരിച്ചോ, ഇന്ന് ഈ വ്യാഴാഴ്ച 1 ലക്ഷം റുപ്യ, 10 റുപ്യ മതി ഇന്നത്തെ ചെലവിനെങ്കിൽ ആ 10 റുപ്യ എടുത്തിട്ട് ബാക്കി മുഴുവൻ ദാനം ചെയ്യും. 1 കോടി റുപ്യ ഇന്ന് കൈ കിട്ടിയാൽ 1 റുപ്യ മതി ഇന്നത്തെ ചെലവിനെങ്കിൽ ബാക്കി മുഴുവൻ ഒന്നും വെച്ചിട്ട് ഒന്നും. മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എന്നും മത്സര സ്വർഗത്തിന് വേണ്ടി. കിടമത്സരങ്ങൾ നടത്തുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി കിടമത്സരം നടത്തിക്കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി 83-ാം അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു, അല്ലേ? അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഇത്തവണ ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും അള്ളാന്റെ മാർഗത്തിൽ, അല്ലാതെ വെറുതെയുള്ള തോൽവി, ദുനിയാവിലെ ഓട്ടപന്തയമല്ല, ആഖിറത്തിന് വേണ്ടി ഇന്ന് ഞാൻ അബൂബക്കറിനെ കവിച്ചു വെക്കും. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ നേർപ്പാതി, 5 കോടി ഉണ്ടെങ്കിൽ അതിന് നേർപ്പാതി, 50,000 ഉണ്ടെങ്കിൽ അതിന് നേർപ്പാതി, 5,000 ഉണ്ടെങ്കിൽ അതിന് നേർപ്പാതി, 10 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ 5 സെന്റ്, അങ്ങനെ നേർപ്പാതി, സ്വത്തിന്റെ നേർപ്പാതി അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ കൊണ്ടെത്തും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറേ, എന്താ ബാക്കിയാക്കിയത്? അത് ഉമർ പറഞ്ഞു, നിന്റെ സ്വത്തിന്റെ നേർപ്പാതി നബിയെ. അങ്ങനെ ആനന്ദിച്ച് നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൊണ്ടുവന്ന സ്വത്താടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അപേക്ഷിച്ച് ആപേക്ഷികമായിട്ട് സ്വത്ത് കുറവാ. അപ്പൊ വലിയ സന്തോഷത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കറേ, എന്താണ് അബൂബക്കറേ കൊണ്ടുവന്നത്? അല്ലാഹുവിന്റെ റസൂലേ, അല്ല എനിക്ക് നൽകിയ മുഴുവൻ സമ്പത്തുമാണ് റസൂലേ ഈ കൊണ്ടുവച്ചത്, മുഴുവൻ സമ്പത്തുമാണ് റസൂലേ. ഉമർ ഖത്താബ് റളിയല്ലാഹു ഒന്ന് ചെറുതായി. നബി ചോദിച്ചു, അബൂബക്കറെ, അപ്പൊ വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ബാക്കിയാക്കിയില്ലേ? അല്ലാഹു റസൂലുഹു, അല്ലാഹുവിനെ റസൂലിനെയാ ഞാൻ ബാക്കിയാക്കി, എനിക്കത് മതി, അതിനോളം വലിയൊരു സമ്പത്ത് എനിക്ക് വേറെ ആവശ്യമില്ല.